ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനത്തിൽ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഡിസംബർ 31 രാവിലെ 10 മണിക്ക് വർക്കല ശിവഗിരി ഓഡിറ്റോറിയത്തിൽ തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സനാതന മതം എന്നത് ജാതിയും ഐത്തവും മാത്രമാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. തീയ സമുദായം ഹിന്ദുമതത്തിന്റെ ഭാഗമാണെന്ന് മഹാകവി കുമാരനാശാന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വി മുരളീധരൻ പറഞ്ഞു. മുഹമ്മദ് നബിയുടെയും യേശുക്രിസ്തുവിന്റെയും ശ്രീബുദ്ധന്റെയും ആശയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയത്. ഹിന്ദുക്കൾക്ക് അഭിമാനമായി വല്ലതും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാചീനവും പരിശുദ്ധവുമായ മതം മാത്രമാണെന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രാചീനവും പരിശുദ്ധവുമായ സനാതനധർമ്മത്തെ അവഹേളിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും സനാതനധർമ്മമെന്നാൽ ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കലാണെന്ന വ്യാജ പ്രചരണവും അക്കൂട്ടർ പ്രചരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. പിണറായി സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിനിടയിലുണ്ടായ അക്രമ പ്രവർത്തനങ്ങളെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. മനുഷ്യന്റെ തല ചെടിച്ചട്ടി കൊണ്ട് തല്ലിപ്പൊളിക്കുകയും അത്തരം അക്രമ പ്രവർത്തനങ്ങളെ രക്ഷാപ്രവർത്തനമെന്ന ഓമന പേരിട്ട് ന്യായീകരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വേദോപനിഷത്തുകൾ പഠിപ്പിച്ച മാനവികതയുടെ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ സഹജീവികളുടെ തല തല്ലിപ്പൊളിക്കുകയും അതിന് രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യും. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും വി മുരളീധരൻ വിമർശിച്ചു. കാവി എന്നത് മഹത്തായ നിറമാണ്. എല്ലാ വിശ്വാസങ്ങളെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചവരാണ് സനാതന ധർമ്മ വിശ്വാസികൾ. വസുദൈവ കുടുംബകം എന്ന ദർശനം ലോകത്തിന് നൽകിയത് സനാതന ധർമ്മമാണ്. ഇങ്ങനെ സനാതന ധർമ്മത്തിന്റെ ഉൾപ്പെടെയുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ഗുരുദേവൻ തന്റെ ദർശനങ്ങൾ രൂപപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാലസ്തീനിൽ ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ലോകം ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ പാലസ്തീനിൽ യുദ്ധമുണ്ടാവില്ലായിരുന്നു എന്ന് ഇന്നലെ സൂചിപ്പിച്ചതായിട്ട് കേട്ടു. വാസ്തവത്തിൽ ഗുരുദർശനങ്ങൾ പാലസ്തീനിൽ മാത്രമല്ല, ഗുരു പിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊളിക്കുമ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് ഗുരുദേവൻ ഒരു പീഡ ഒരു എറുമ്പിനും വരുത്തരുത് എന്ന് പഠിപ്പിച്ചത്. ബീക്കൺ ന്യൂസ്, വർക്കല.